കൊച്ചുകൂട്ടുകാരുടെ ആലാപന മികവ് കൊണ്ട് ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ച ടെൻഡർ റൈംസ് അതിന്റെ പുതിയ വഴിത്തിരിവിലേക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നിതാ ഇവിടെ എത്തുന്നു 4 പുതിയ കൂട്ടുകാർ. ഇന്നത്തെ ഈ എപ്പിസോഡിന് നല്ലൊരു തുടക്കം കുറിക്കാം. ആദ്യമായി വേദിയിലെത്തുന്നു നിതിൻ ജെയിംസ്. ഹായ് നിതിൻ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. സുഖമാണല്ലേ? ഇത്രയും വലിയൊരു വേദിയിൽ നിൽക്കുമ്പോൾ നിതിൻ എന്താ തോന്നുന്നത്? ഇത്രയും വലിയൊരു വേദിയിൽ പാടാൻ അവസരം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുന്നു. മോനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആരാ? ചേട്ടായി. ചേട്ടായി അല്ലേ? ചേട്ടായി എങ്ങനെയാ മോനെ സപ്പോർട്ട് ചെയ്യുന്നത്? പാട്ടൊക്കെ കണ്ടുപിടിച്ചു തരും, പിന്നെ പാട്ടിൽ തിരുത്തുകളൊക്കെ. ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പൊ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് അടിച്ചു പൊളിച്ച് പാട്ട് പാടാം. അപ്പം നന്നായിട്ട് മോൻ പാട്ട് പാടുക. ടെൻഡർ റൈംസിന്റെ ഈ വേദിയിലേക്ക് അടുത്തതായി കടന്നു വരുന്നത് ജിസ. ജിസ മോളെ ഏതിടവകയിൽ നിന്നാ വരുന്നേ? ഞാൻ അട്ടപ്പള്ള ഇടവകയിൽ നിന്നായിരുന്നു. മോളുടെ ഇടവകയിലെ വികാരിച്ചിന്റെ പേരെന്താ? ഫാദർ തോമസ് വൈലിങ്കൽ. അച്ഛൻ മോളെ എങ്ങനെയൊക്കെയാ പ്രോത്സാഹിപ്പിക്കുന്നത്? പാട്ടൊക്കെ പഠിപ്പിച്ചു തരും, അങ്ങനെ ഒരുപാട് രീതി. ഇപ്പൊ ഷാലോം ടിവിയിലേക്ക് പോരുവാന്ന് പറഞ്ഞപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു? നന്നായിട്ട് പാടിയിട്ട് വാ. അവർക്കൊക്കെ ഭയങ്കര അഭിമാനം അല്ലേ എന്റെ കൂട്ടുകാരിയെ ഷാലോം ടിവി പോകുന്നെന്ന് പറയാൻ? അതെ. അപ്പൊ എല്ലാരും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നല്ലേ? അതെ. പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? ടെൻഷനൊന്നും ഇല്ലാതെ നന്നായിട്ട് പാടാനല്ലേ വന്നേക്കുന്നേ? അപ്പൊ നല്ല രീതിയിൽ പാടാൻ സാധിക്കട്ടെ. ഇനി നമ്മുടെ കൂട്ടത്തിലേക്ക് തന്റെ സുന്ദര ഗാനവുമായി കടന്നു വരുന്നത് അനീറ്റ. അനീറ്റ മോൾ എവിടെ നിന്നാ വരുന്നേ? പഞ്ചിമല. പഞ്ചിമലയിൽ നിന്നല്ലേ? മോളുടെ വീട്ടിൽ ആരൊക്കെ പാട്ട് പാടും? ചേട്ടായി നന്നായിട്ട് പാട്ട് പാടും. നിങ്ങൾ കുടുംബത്തോടെ എല്ലാവരും ഭയങ്കര താരങ്ങളാണോ? അതെ അല്ലേ? എല്ലാവരും പാട്ട് പാടും. മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? പേരൻസ് ആണല്ലേ? അപ്പൊ ഈ അവസരത്തിൽ മോൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ എന്താ മോളുടെ മനസ്സിൽ തോന്നുന്നത്? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു അവസരം തന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ? അപ്പം ഇന്ന് ഇവിടെ പാടുന്ന പാട്ട് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചല്ലേ പാടുന്നേ? അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വരുന്നത് അന്ന രാജേഷ്. ഹായ് അന്ന. ഹായ്. അന്ന എവിടെ നിന്നാ വരുന്നേ? ഞാൻ കപ്പാട്. അന്നയുടെ ഇടവകയില് മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു, നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അന്ന മിഷൻ ലീഗില് സ്ഥാനം വല്ലതും വഹിക്കുന്നുണ്ടോ? ഉണ്ട്, വൈസ് പ്രസിഡന്റ് ആണ്. മിഷൻ ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലേ? അപ്പൊ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. ഉണ്ട്. അന്ന പള്ളിയിൽ കൊയറിലൊക്കെ പാടാറുണ്ടോ? പാടാറുണ്ട്. എത്ര വർഷമായിട്ട് പാടുന്നു? ഞാൻ 4 വർഷമായി. കൊയറിൽ മോൾക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ആരാ? എനിക്കൊരു ഡിവോഷണൽ ഗുരു ഉണ്ട്, സോണിയ എന്നാണ് പേര്. എന്നെ ഇങ്ങനെ പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്ന സോണി ചേച്ചിയെന്ന് ഞാൻ വിളിക്കാറുള്ളത്. ഒരുപാട് സപ്പോർട്ടൊക്കെ തരാറുണ്ട്. നല്ല രീതിയിൽ മോളെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ? ഉണ്ട്. ഇന്ന് പാടുന്ന പാട്ട് ആരാ സെലക്ട് ചെയ്യുന്നത്? ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. മോള് മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ടോ? സംസ്ഥാന തലത്തിൽ വരെ പോയിട്ടുണ്ടല്ലേ? അപ്പൊ വലിയൊരു ഗായികയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതെ. മോളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? എന്റെ പേരൻസ് തന്നെയാണല്ലേ? ഇപ്പൊ ഇന്ന് പാട്ടൊക്കെ പഠിച്ചിട്ടല്ലേ വന്നേ? ടെൻഷനൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക, നല്ല വിധത്തിൽ പാട്ട് പാടുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഈ 4 കൊച്ചു കൂട്ടുകാരുടെ സുന്ദരമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി വേദിയിലെത്തുന്നത് നിതിൻ ജെയിംസ്. നിതിൻ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഓ ദിവ്യകാരുണ്യമേ എന്ന ഗാനം. ഈശോയെ പറ്റിയുള്ള ഗാനമാണല്ലേ? അതെ. ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നതാരാ? ചേട്ടായി. ചേട്ടായി നന്നായിട്ട് പാട്ട് പാടുവോ? പാടും അല്ലേ? ചേട്ടായിയാണോ മോനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്? അതെ. ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? എനിക്ക് പാട്ട് വളരെയധികം ഇഷ്ടമാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഈ പാട്ട് ഇന്നിവിടെ പാടാനായിട്ട് സെലക്ട് ചെയ്തേക്കുന്നു അല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാടുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.
നമ്മോടൊപ്പം പാടാൻ തന്റെ സുന്ദര ഗാനവുമായി കടന്നു വരുന്നത് ജിസ. ജിസ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ദിവ്യകാരുണ്യമേ ദൈവമേ എന്ന പാട്ട്. മോളി പാട്ട് ഇതിനു മുമ്പ് എവിടെയെങ്കിലും പാടിയിട്ടുണ്ടോ? ഉണ്ട്. പള്ളിയിലൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. കൊയറിലുണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ. എത്ര വർഷമായിട്ട് കൊയറിൽ പാടുന്നുണ്ട്? 2 വർഷമായിട്ട്. 2 വർഷമായിട്ട് പാടുന്നുണ്ടല്ലേ. ഇന്ന് ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പള്ളിയിൽ പാടുമ്പോൾ എല്ലാവർക്കും നല്ല ഫീലിംഗ് ആണെന്നൊക്കെ പറയാറുണ്ട്. മറ്റുള്ളവർക്ക് നല്ല അനുഭവം നൽകുന്ന പാട്ടാണിതല്ലേ? അതെ. അപ്പം ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ പാട്ട് നല്ല പ്രാർത്ഥനയോടെ കാണുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീയായി നാവിൽ പടരാനായി
തിരുരക്തത്തിൻ ശോണിമയാർ നിന്നണയുന്നു. ഉള്ളിൽ തീയായുയരുന്ന ദിവ്യകാരുണ്യച്ചൂട് പാപത്തിൻ ശാപങ്ങളെറിയണം. സ്നേഹത്തിൻ തീനാളം പടരണം. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ദിവ്യകാരുണ്യമായി എന്നെ തേടിയെത്തുന്ന ഈശോ അങ്ങേ ഞാനിന്ന് ആരാധിക്കുന്നു. ആനന്ദത്തോടുൾക്കൊണ്ടിടുന്നു. ടെൻഡർ റൈംസിന്റെ ഈ വേദിയിലേക്ക് ഇനി കടന്നു വരുന്നത് അനീറ്റ. അനീറ്റ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ദൈവത്തെ മറന്നു കുഞ്ഞ്. വളരെ മനോഹരമായൊരു പാട്ടാണ്. ആരാ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നത്? ഞാൻ തന്നെ. സ്വന്തമായിട്ട് തന്നെ സെലക്ട് ചെയ്താണല്ലേ? മോളെ ഏറ്റവും കൂടുതൽ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരാ? ചേട്ടായി. ചേട്ടായാണല്ലേ? ചേട്ടായി പാട്ടിന്റെ കറക്ഷൻസ് ഒക്കെ തരാറുണ്ടോ? കറക്ഷൻസ് ഒക്കെ തരും. മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോകുമോ? കൊണ്ടുപോകും അല്ലേ? ഇന്ന് ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഇതിലൂടെ ആരെന്നെ കൈയൊടിഞ്ഞാലും എൻ്റെ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണമാണ് ഈ പാട്ടിന്റെ സന്ദേശമായിട്ട് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ മോക്ക് നല്ല രീതിയിൽ ഈ പാട്ട് പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.
മനോഹരമായ ഗാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. ഇനി നമ്മോടൊപ്പം കടന്നു വരുന്നത് അന്ന രാജേഷ്. ഹായ് അന്ന. ഹായ്, ഇന്ന് ഏത് പാട്ട് ഇവിടെ പാടാൻ പോകുന്നേ? ഞാൻ സ്നേഹമേ കീടണമേ എന്ന പാട്ട്. ഈശോയുടെ കരുണാദ്രമായ സ്നേഹത്തെ പറ്റി വാഴ്ത്തുന്ന മനോഹരമായ ഒരു ഗാനമാണല്ലേ? അതെ. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്ത് തന്നെ? ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്തത്. സ്വന്തമായി തന്നെ സെലക്ട് ചെയ്താണല്ലേ? ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണമുണ്ടോ? ദൈവത്തോടുള്ള സ്നേഹവും അത് കാണിക്കാനുള്ള എൻ്റെ കഴിവുമാണ്. അത് ഓർത്താ ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തത്. മറ്റുള്ളവർക്ക് നല്ലൊരു സന്ദേശം നൽകുന്ന ഗാനമാണത് അല്ലേ? വളരെ നല്ല രീതിയിൽ പാടാൻ അന്നയ്ക്ക് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സംഗീത വിരുന്നിൽ 4 കുരുന്നു പ്രതിഭകളുടെ മനോഹരമായ ഗാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. ഇവരെ പോലെ തന്നെ മറ്റനേകം കൂട്ടുകാരും ഇവിടെ പാടാനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മികച്ച പ്രകടനങ്ങളും ഗാനങ്ങളും വരും ആഴ്ചകളിൽ കാണാം. കാത്തിരുന്ന് കാണുക. അതുവരേക്കും I am Emilda George signing out.